ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം 2025 സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയതിലാണ് ചോദ്യം ചെയ്തൽ. തിങ്കളാഴ്ച അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പോറ്റിയെ ചോദ്യം ചെയ്തത്. 2025 ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തത്. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടന്ന ചോദ്യം ചെയ്യൽ 8 മണിക്കൂർ നീണ്ടുനിന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ പോറ്റിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തിങ്കളാഴ്ച അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനിരിക്കെയാണ് പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തത്. അതേസമയം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത്, അംഗങ്ങളായ അജികുമാർ, സന്തോഷ് കുമാർ തുടങ്ങിയവരെയും വൈകാതെ തന്നെ ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. 9 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത നടപടികൾ വേഗത്തിലാക്കുവാനും SIT നീക്കം നടത്തുന്നുണ്ട്. 2025 പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ ദുരൂഹതയുണ്ടെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. 2019 സ്വർണ്ണക്കവർച്ച മറയ്ക്കാൻ 2025 ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നായിരുന്നു ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് പരിഗണിക്കവേ ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഒടുവിൽ വിപുലമായ അന്വേഷണത്തിനൊടുവിൽ 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും മുൻ ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതായും SIT ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.